ഇവിടെ എല്ലാവർക്കും തന്നെ ഇന്ന് ഞങ്ങൾ ഒരു പരിപാടി ചെയ്യുകയാണ്. എന്താന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇത് മാമ്പഴ പുളിശ്ശേരി. അതിന് 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ കൊളാറുള്ള മാങ്ങയാണ്. കൊളാർ KGF. അതിൻ്റെ പേര് ചന്ദ്ര മാങ്ങ എന്ന് പറയും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മേടിച്ചതായത്. അപ്പോൾ രാവിലെ നോക്കിയപ്പം ഒരു ഉച്ചയ്ക്ക് ഒരു ചാപ്പാടിന് ഒരു കറി ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് കറി വെക്കാൻ പോവുക. മാമ്പഴ പുളിശ്ശേരി കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചെറുതായിട്ട് മഴ അത്ര വലുതൊന്നും ഇല്ലായിരുന്നു. സ്റ്റാർട്ടിങ് ഒക്കെ 2 ദിവസം നല്ല മഴയായിരുന്നു. പിന്നൊക്കെ ചാറ്റിലിട്ട് ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പം അടുപ്പ് പത്ത വെച്ചു, മാങ്ങ അടുപ്പിൽ വെച്ചു. അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു 3 രണ്ടായിട്ട് കീറി 3 പച്ചമുളക് ഇട്ടു. 6 മാങ്ങ അടുപ്പിൽ സ്റ്റൗവിൽ അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പിക്കൊണ്ടിരിക്കുക. അടുപ്പ് ചൂടായി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. അടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യം. അത് അവരവരുടെ ഇഷ്ടത്തിന് ഉപ്പിടാം, കൂടുതലും കുറവും. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തു. ഒരു പാത്രം വെച്ച് അടച്ചു. അപ്പൊ മാങ്ങ ഇവിടെ അടുപ്പില് വെന്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാം, അത് കണ്ടോ, തിളയ്ക്കുന്നുണ്ടോ? വീണ്ടും അടച്ചു. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് അതിൻ്റെ കൂടെ മസാല ചേർക്കുക. അതായത് അരപ്പിന് വേണ്ടി തേങ്ങ ചെറുതായിട്ട് ഈ നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ ഇടുന്ന മാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ പിന്നെന്താ പറയാ അരക്കും. അപ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒരു 3, 5, 6 അല്ലി ഇട്ടു. 6 അല്ലി പ്ലസ് തേങ്ങ. അടുത്ത ഇച്ചിരി ജീരകം ഇട്ടു. കണ്ടോ, മാങ്ങ അങ്ങനെ വന്നോണ്ടിരിക്കുക. 6 മാങ്ങ. അടുത്തത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അത് ഒരു 5-6 എടുത്ത് അരിക്ക് വെച്ചു. അതിൻ്റെ കൂടെ 3 വറ്റൽ മുളക് അതും വെച്ചു. പിന്നെ മസാല, തേങ്ങ, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി ഇത്രയിട്ട് അരച്ച് മിക്സിയിൽ അരച്ച് ഇപ്പം മാങ്ങയുടെ കൂടെ ചേർത്തു. അപ്പം അത് അതിൻ്റെ അരപ്പെല്ലാം കൂടെ കഴുകി അതിലോട്ട് ഒഴിക്കുന്നു. പാറ്റൂടെ ഇട്ടൊന്ന് കുലുക്കി അതിലോട്ട് ഒഴിക്കുക. കളയാൻ പറ്റില്ലല്ലോ. അപ്പം അടുത്ത പരിപാടി അത് ഇളക്കുക. അരപ്പും എല്ലാം കൂടെ ഇളക്കുക. അതിൽ നിന്ന് തിളയ്ക്കും. അടച്ചു വെച്ചു. കുറച്ചു നേരം വേവണം.
അങ്ങനെ തിളച്ചു കളിക്കുന്നുണ്ടോ അരപ്പെല്ലാം അതിലോട്ട് ചേർന്ന് തിളച്ചു. അതിനെ ഇറക്കി താഴോട്ട് വയ്ക്കുക. അപ്പം ചെറിയൊരു തവ എടുത്തു അടുപ്പിൽ വെച്ചു. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു. അത് വെളിച്ചെണ്ണ ചൂടാവണം. ഇതിലൂടെ നമ്മളെ കടുക് പൊട്ടിക്കാൻ കടുക് വലിയ കൊടുക്കും. കടുക് കാണും. വെളിച്ചെണ്ണ കിടന്ന് കടുക് പൊട്ടണം. മൂന്ന് പച്ചമുളക് എടുത്തില്ല, അല്ല വറ്റൽ മുളക് മൂന്നെണ്ണം. അത് ഇത് കീറിയിട്ടേക്കും. കടുക് പൊട്ടുന്ന സൗണ്ട് ഉണ്ട്. നമ്മൾ ദൂരെ മാറി നിൽക്കാം. മൂന്ന് മുളക് വറ്റൽ മുളക് ഇട്ടു. ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ ചേർത്തു. ഇതിൻ്റെ കൂടെ നമ്മളെ തൈര് ചേർത്തു. ആ മാമ്പഴത്തിൽ തൈര് ചേർത്തു. പിന്നെ അത് ഇളക്കുവാണ്. തൈര് ചേർത്തു. അത് വറുത്തോണ്ടിരിക്കുക. കടുക്, ചെറിയ ഉള്ളി, മൂന്ന് മുളക്, മുളക്. ഇതിനോട് ഇച്ചിരി ഉലുവപ്പൊടി ഇടുന്നത് കുറച്ച് ഉലുവപ്പൊടി ഇട്ടു. പിന്നെ അത് ഒന്നുകൂടെ മൂക്കണം. ഇത് കായപ്പൊടി ഇടുക. കായപ്പൊടി ആവശ്യത്തിന് എന്നിട്ട് ഇളക്കുക. അതിലൂടെ മുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി, കാശ്മീർ മുളക് പൊടി ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കുക. നല്ല റെഡ് കളറായില്ലേ? അപ്പം അത് നമ്മുടെ പുളിശ്ശേരിയുടെ കൂടെ ആ വറുത്തത് ഒഴിച്ചു. കടുക് വറുത്തത് ഒഴിച്ചു. അപ്പം എല്ലാം കൂടെ കടുക് വറുത്തെല്ലാം താളിക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. നല്ല ഇളക്കി അതിലൂടെ ആവശ്യത്തിന് നെയ്യ് ചേർക്കാവുന്ന നെയ്യ്. അപ്പോൾ അത് വീണ്ടും അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഇളക്കുകയാണ്. നെയ്യൊക്കെ ഒന്ന് എല്ലാം അവിടെ ഇവിടെ മൊത്തം മാവുന്നു. അപ്പം ഇളക്കി നല്ല കളറ് നല്ല രസമാണ്. ശകല ഉപ്പൂടെ ചേർക്കുകയാണ്. അത് ഓരോരോ ഇഷ്ടത്തിന് ഇടാം. ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കുകയാണ്. അടിപൊളി കളറാ കേട്ടോ. അപ്പം നിങ്ങൾ ഇത് എല്ലാവരും ചെയ്ത് വീട്ടിൽ നോക്കുക, പരീക്ഷിക്കുക. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞങ്ങൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിന് താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചെയ്തില്ലേ മാമ്പഴ പുളിശ്ശേരി, അതാണ് ഇത്. കണ്ട മാമ്പഴ പുളിശ്ശേരി.
എന്നാ കണ്ടാ ഗൈസ്, കണ്ടാ? അപ്പൊ ഞാൻ കഴിക്കുവേ. നല്ല പുളിയും ഉപ്പും ആ തൈരിന്റെ മണവും ടേസ്റ്റും എല്ലാം ഒന്നാന്തരം മാമ്പഴം പുളിശ്ശേരി. കണ്ടാ ഗൈസ്? കഴിക്കുക. ഇന്ന് ചെയ്ത മാമ്പഴം പുളിശ്ശേരി ചേർത്ത് ചോറും ഭയങ്കര ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഒക്കെ നല്ല ഉണ്ടോ? സൂപ്പറാണ്. സൂപ്പറാണ്. ഇല്ല, എന്തൊക്കെ ആഡ് ചെയ്താ ഒന്നുകൂടെ പറഞ്ഞു. തേങ്ങ, വെളുത്തുള്ളി, ജീരകം എല്ലാം അരച്ച് ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾമുളക്, ഉള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്ത് തൈര് ഒഴിച്ച് നെയ്യും ഒഴിച്ച് ലാസ്റ്റ് ചോറിന് വേറെ ഒന്നും വേണ്ട, ഇത് മതി ഗൈസ്. സൂപ്പർ. അപ്പം ഇത് എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പോൾ ഞാൻ എല്ലാം അത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ശരിയായി. ഞാനൊരു ടേസ്റ്റ് നോക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. നല്ല ഉണ്ട് ഗൈസ്, നല്ല അടിപൊളി. ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാവർക്കും. നിങ്ങളെല്ലാം വീട്ടിൽ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ആ തൈരിൻ്റെയും ആ കടുവറുത്ത് താളിച്ചതിൻ്റെയും മാങ്ങയുടെ ടേസ്റ്റും ആ നെയ്യുടെ ടേസ്റ്റും എല്ലാം അടിപൊളി, കൃത്യനിഷ്ഠമായിട്ടുണ്ട്. അപ്പം നിങ്ങളെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, കഴിക്കുക. അതൊന്നും പറയാനില്ല ഗൈസ്. സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.